നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 20-ന് പ്രഖ്യാപിക്കും. 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒഴികെ കോൺഗ്രസ് സിറ്റിംഗ് MLA-മാർ മത്സരിക്കും. തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെ മത്സരിക്കും. പാലക്കാടും തൃപ്പൂണിത്തുറയിലും പുതുമുഖങ്ങൾ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും മത്സരത്തിനിറങ്ങാൻ ഹൈക്കമാൻഡ് തീരുമാനം. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത് ലാൽ, എങ്ങനെയാണ് ഡൽഹിയിൽ നിന്ന് ഇക്കാര്യത്തിലെ അവസാന ആലോചന? ഹർഷൻ, ഡൽഹിയിൽ ഇന്നലെ കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മധുസൂദൻ മിസ്ത്രി ഇത് സംബന്ധിച്ച ഡൽഹിയിലെ മുതിർന്ന നേതാക്കളുമായി കൊടുക്കുന്ന സുരേഷ്, ബെന്നി ബെഹനാൻ അടക്കമുള്ള മുതിർന്ന MPമാരുമായിട്ടും കേരളത്തിലുള്ള കോൺഗ്രസ് MPമാരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിലാണ് അരയും തരയും മുറുക്കി തന്നെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പട്ടികയുമായി മുന്നോട്ടിറങ്ങാൻ വേണ്ടി തീരുമാനമായത്. ഏതായാലും 15-ന് കൊച്ചിയിൽ കോൺഗ്രസിന്റെ വൻ യോഗം തന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ജംബോ ഭാരവാഹികളുടെ യോഗം തന്നെ കൊച്ചിയിൽ നടക്കും. അതിൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമാവും. ഏതായാലും നിലവിലുള്ള സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനമുണ്ട്. അതായത് സീറ്റുകൾ വെച്ചു മാറാൻ പാടില്ല എന്നുള്ള ഒരു നിബന്ധന കൂടിയുണ്ട്. അതേ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ KP വിഷ്ണുനാഥ് കുണ്ടറ തന്നെ മത്സരിക്കുമെന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. ഏതായാലും ഉമാ തോമസും തൃക്കാക്കരയത്തിന് ഉമാ തോമസിന് സീറ്റ് നൽകി. അവരെ സീറ്റ് നൽകരുതെന്ന് DCC-യിൽ ഒരു ഭാഗം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാൻ ഹൈക്കമാൻഡ് തയ്യാറായിട്ടില്ല. ഹർഷൻ, ഏതായാലും 20-ന് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും കോൺഗ്രസ് ഈ സമയം ഒരു ചുവട് തന്നെ മുന്നോട്ട് തന്നെ വെച്ച് തന്നെ പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഏതായാലും MPമാർ മത്സരിക്കുമോ എന്ന കാര്യം ഇന്ന് വൈകുന്നേരത്തോടെ തീരുമാനമാകും എന്നറിയും. കാരണം 2 MPമാരാണ് ഇന്നലത്തെ മിശ്രിയുമായുടെ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാതിരുന്നത്. അന്ന് കോഴിക്കോട് MP MK രാഘവനും അതേപോലെ തന്നെ വടകര MPയും ഷാഫി പറമ്പിലും അവർ രണ്ടുപേരും ഇന്നലെ രാത്രി തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് അവർ മിശ്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇതോടുകൂടി MPമാർ മത്സരരംഗത്തുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഹർഷൻ, ശരത്ത്, അങ്ങനെ വന്നാൽ MPമാർ മത്സരിക്കുക എവിടെ ആയിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് നോക്കിയാൽ ഇപ്പോൾ സിറ്റിംഗ് മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും മത്സരിക്കാനുള്ള സാധ്യതയും കുറവാണല്ലോ. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ പാലക്കാട് കാര്യത്തിൽ മാത്രമാണ് വ്യത്യസ്തമായ ഒരു സാഹചര്യമുള്ളത്. അല്ലാതെ നോക്കിയാൽ ഏതെങ്കിലും MPമാർക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ സിറ്റിംഗ് മണ്ഡലത്തിലായിരിക്കില്ല മത്സരിക്കുന്നത്, അല്ലേ? അതെ, അതായത് കോന്നി സിറ്റിംഗ് മണ്ഡലമല്ല. കോന്നിയിൽ മത്സരിക്കാനാണ് അടൂർ പ്രകാശിന് താല്പര്യം. അത് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ രാഹുൽ ഗാന്ധി കൊടുത്ത വാക്കാണ് തങ്ങൾക്ക് നിയമസഭയിൽ മത്സരിക്കാമെന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ണൂരായിരിക്കും അദ്ദേഹത്തിന് താല്പര്യം. ഈ ഷാഫി പറമ്പിൻ്റെ കാര്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടക്കുന്നത്. ഷാഫി പറമ്പിനെ നാദാപുരത്ത് മത്സരിപ്പിക്കണം എന്നൊരു ആഗ്രഹമാണ് കോൺഗ്രസിലെ ഒരു ഭാഗത്തിനുള്ളത്. നാദാപുരം ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയും, CPയുടെ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു ധാരണയാണ് കോൺഗ്രസിലുള്ളത്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ പാലക്കാട്ടോ അല്ലെങ്കിൽ നാദാപുരത്തോ മത്സരിക്കട്ടെ എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ മുമ്പിൽ വന്നിരിക്കുന്ന നിർദ്ദേശം. MPമാർ മത്സരിക്കണ്ട എന്ന പൊതുധാരണയാണ് ഇപ്പോൾ KPCC നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനെ ശക്തമായ രീതിയിൽ MPമാർ പ്രതിരോധിച്ചിരുന്നു. MK രാഘവനും സ്ഥാനാർത്ഥിയാവണമെന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഒരു സീറ്റിൽ മത്സരിച്ച് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് MK രാഘവൻ അവകാശപ്പെടുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ ഇന്ന് മധുസൂദൻ മിസ്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഈ 2 MPമാരും വ്യക്തമാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതേപോലെ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കും ഇപ്പോൾ അതായത് KPCC നിലവിലുള്ള സണ്ണി ജോസഫ് മത്സരിക്കുകയാണെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനം മാറേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കുന്നിൽ സുരേഷിനോ അല്ലെങ്കിൽ ആന്റോ ആന്റണിക്കോ ബെന്നി ബെഹനോ നൽകണമെന്നാണ് ഹൈക്കമാൻഡിന്റെ താല്പര്യം. ഇത് രാഹുൽ ഗാന്ധി തീരുമാനിക്കും. ഇവരെ 3 പേരെയും വ്യക്തിപരമായി തന്നെ രാഹുൽ ഗാന്ധി വിളിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ നേരിൽ കാണുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നവരും. കൊടിക്കുന്നിൽ സുരേഷിനെ ഇന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ചക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. കൊടിക്കുന്നിൽ രാഹുൽ ഗാന്ധിയുമായിട്ട് ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഏതായാലും പുതിയ ഒരു തലത്തിൽ ഐക്യകണ്ഠ്യേന മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. ഹർഷൻ, അതുകൊണ്ട് തന്നെ പുതിയ KPCC പ്രസിഡന്റ് അടക്കം മത്സരിക്കുന്നതിലുള്ള താല്പര്യം അവിടേക്ക് അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പലതരം ആലോചനകളും പല കൂടിയാലോചനകളും നടന്നു. മധുസൂദൻ മിസ്ത്രി ഇവിടെ വന്ന അതുമായി ബന്ധപ്പെട്ടുള്ള പട്ടിക തയ്യാറാക്കലിൽ മുഴുകിയിരുന്നു. ഇതിനെല്ലാം ശേഷമുള്ള ആ തീരുമാനത്തിൽ KPCC പ്രസിഡന്റിനെ കൂടി സണ്ണി ജോസഫിനെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി മത്സരിക്കാം എന്നുള്ള തീരുമാനം ഉണ്ടാവുന്നത് അങ്ങനെയാണോ?
അതെ, KPCC അധ്യക്ഷ സ്ഥാനം മാറ്റി വെച്ചുകൊണ്ട് സണ്ണി ജോസഫിന് താൽക്കാലികമായ ചുമതല മറ്റു KPCC അത് കൊടുക്കുന്നില്ല മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നൽകിക്കൊണ്ട് KPCC സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുക എന്നതാണ് ഹൈക്കമാൻഡിൽ നിന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് സമ്മതമാണ് എന്നാണ് കോൺഗ്രസിന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ മത്സരിക്കും. അതുതന്നെയാണ് സിറ്റിംഗ് 2 സീറ്റുകൾ ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാ സിറ്റിംഗ് MLA-മാരോടും അതേ സീറ്റുകളിൽ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്. ഈ പട്ടികയും അതേ കൂടെ തന്നെ 25 പേരുടെ 25-30 പേരുടെ പട്ടികയാണ് 20-ാം തീയതി പ്രഖ്യാപിക്കാം എന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സിറ്റിംഗ് MLA-മാർ മറ്റു 5 പേര് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക പുറത്തേക്ക് വിടും എന്ന് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മധുസൂദൻ മിസ്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് MP-മാരായിട്ട് മറ്റു മുതിർന്ന നേതാക്കളുമായി അദ്ദേഹം നേരിട്ട് തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക സിറ്റിംഗ് MLA-ക്ക് പുറമെ മറ്റ് 5 പേർ ആരായിരിക്കും എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ധർമ്മടം അടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കും. ധർമ്മടം, അതുപോലെ വട്ടിയൂർക്കാവ്, അതേപോലെ നേമം എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടെ ഈ സമയം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും കോൺഗ്രസ് 20-ാം തീയതി കൂടെ തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ പട്ടികയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുണ്ട്. അതേപോലെ തന്നെ നിലവിലുള്ള MLA-മാരുണ്ട്. ധർമ്മടത്ത് ആരായിരിക്കും അല്ലെങ്കിൽ നേമത്തും വട്ടിയൂർക്കാവിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതും ആ 20-ാം തീയതി വ്യക്തമാവുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഹർഷൻ. റൈറ്റ്, ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്. ശരത്ത്, ഇതിനകത്ത് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇതിപ്പോൾ സാധാരണ കേരളത്തിൽ നിന്ന് പട്ടിക ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ ഒക്കെ അതിൽ പ്രതിഫലിക്കാറുണ്ട്. അത്തരം ആലോചനകൾ ഇത്തവണ ഉണ്ടാവാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവിൻ്റെ താല്പര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ഇക്കാര്യത്തിൽ നേതൃത്വത്തിനുണ്ടോ? ഇത്തരം വിവരങ്ങളിലൊക്കെ എന്താണ് പറയാനുള്ളത്? ദർശൻ, പ്രതിപക്ഷ നേതാവിന് വളരെ വലിയ താല്പര്യങ്ങളുണ്ട്. അദ്ദേഹത്തോട് അടുപ്പമുള്ള സീറ്റ് ഉറപ്പാക്കേണ്ട താല്പര്യങ്ങളുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി തന്നെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന അത് കൂട്ടായ തീരുമാനത്തിൽ കാര്യങ്ങൾ എത്തുന്നു. അതിൻ്റെ പ്രധാന കാര്യം ദീപദാസ് മുൻഷിക്ക് പൂർണ്ണ ചുമതല നൽകുന്നു എന്നുള്ളതാണ്. അതുപോലെ അവരാണ് ചാർജുള്ള ജനറൽ സെക്രട്ടറി. അവരുടെ ഒരു ചർച്ചയും അവരുടെ ഒരു ഇടപെടലും കൊണ്ടാണ് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം തന്നെ പൊട്ടിത്തെറിയൊക്കെ നീങ്ങാതെ മാറി നിൽക്കുന്നത്. ഏതായാലും ഭരണം അത്യാവശ്യമാണ്, അല്ലെ ഭരണം കിട്ടിയേ മതിയാവൂ എന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു നിലപാടും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. കോൺഗ്രസ് വിമുക്ത ഇന്ത്യ എന്ന BJP-യുടെ സ്വപ്നങ്ങൾ കേരളം തിരിച്ചെടുക്കണം. സൗത്ത് ഇന്ത്യയിൽ പൂർണ്ണ രൂപത്തിൽ തെക്കൻ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് ഭരണത്തിൽ കൊണ്ടുവരണം. അതായത് കേരളത്തിലായാലും ശരി, കർണാടകയിൽ ശരി, ഇപ്പോൾ തെലുങ്കാനയിലും ശരി കോൺഗ്രസ് ഭരണത്തിലേക്ക് പൂർണ്ണ രൂപത്തിൽ തെക്കൻ ഇന്ത്യ കോൺഗ്രസ് ഭരണത്തിൻ്റെ പിടിമുറക്കണം വേണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർബന്ധം കൂടിയുണ്ട്. ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കൂടെ നിൽക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ തയ്യാറായത്. അത്തരത്തിലുള്ള നിർദ്ദേശം രാഹുൽ ഗാന്ധി വ്യക്തിപരമായി തന്നെ KC വേണുഗോപാലിനോടും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയോടും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ യാതൊരു പടലപ്പിടക്കവുമില്ലാതെ മുന്നോട്ട് പോകണം എന്ന കടുത്ത നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. കാരണം കേരളം കൂടി കോൺഗ്രസ് ഭരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ BJP-യുടെ നമുക്ക് ഒരു മുദ്രാവാക്യത്തിന് തടയിടാൻ കഴിയുമെന്നതാണ്. തൽക്കാലം സൗത്ത് ഇന്ത്യയിൽ ഉറച്ചു നിൽക്കുക എന്ന നിലപാടിലാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് സമയമെടുക്കുമെന്ന വിലയിരുത്തലും തിരിച്ചറിവിലും രാഹുൽ ഗാന്ധിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കാര്യത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം ഇടപെടുന്നത്. ഹർഷൻ.